ഇടയ്ക്ക് എപ്പോഴോ ഉറക്കം മുറിഞ്ഞ അച്ചു കണ്ണു തുറന്നു. അവൻ ചുറ്റും കണ്ണോടിച്ചു. കത്തി തീർന്ന ക്യാൻഡിൽസും ഞെരിഞ്ഞമർന്ന റോസ് പെറ്റൽസും അവന് കഴിഞ്ഞുപോയ ഓർമ്മകൾ നൽകിയപ്പോൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ തലചരിച്ച് സൈഡിലേക്ക് നോക്കി. മാറോളം പുതപ്പുകൊണ്ട് മൂടി ചുരുണ്ട് കിടക്കുന്ന ജെനിയെ അവൻ നോക്കിക്കിടന്നു. പരന്നു കിടക്കുന്ന സിന്ദൂരും പൊട്ടിയ ചുണ്ടും കാണുന്തോറും അവൻ അവളോടുള്ള പ്രണയം കൂടി. അവൻ അവളുടെ നേർക്ക് തിരിഞ്ഞു കിടന്നു. കഴുത്തിലെ അവന്റെ ദന്തങ്ങളായിരുന്ന പാടിൽ അവൻ പതിയെ വിരലുകൊണ്ട് തഴുകിയപ്പോൾ അവൾ ഒന്ന് കുറുകി. അത് കണ്ട അച്ചു പുഞ്ചിരിയോടെ അതിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവളിൽ വിരിഞ്ഞ പുഞ്ചിരി അവനിലേക്കും പടർന്നു. ജെനി. അവളുടെ ചുണ്ടിൽ അരുമയായി ചുംബിച്ചുകൊണ്ട് അവൻ അവളെ വിളിച്ചു. ആലസ്യത്തോടെ അവളൊന്ന് മൂളി. ഉറക്കാണോ നീ? അല്ല, ഗോവ ഗോകർണം വഴി മണാലിയിലേക്ക് പോകുന്നു. കണ്ണു തുറന്ന് അവനെ നോക്കി അവൾ പറഞ്ഞു. പ്ലിങ്ങി. അച്ചു പ്ലിങ്ങിപ്പോയി. ആണോ? അവളെ തന്നെ ഉറ്റുനോക്കി അവൻ ചോദിച്ചു. ആ, ഞാനും പോരട്ടെ? അവളുടെ കവളിൽ കൈ ചേർത്ത് അവൻ ചോദിച്ചു. വേണ്ട. അവൾ അവനെ നോക്കി. വേണ്ടേ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആദരമായി വീണ്ടും അവൻ ചോദിച്ചു. അവന്റെ നോട്ടം നേരിടാനാവാതെ അവൾ കണ്ണടച്ച് തിരിഞ്ഞു കിടന്നു. അച്ചു അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ നഗ്നമായ പുറത്ത് അവന്റെ കവിൾ ചേർത്തു. ജെനി. അവളുടെ പുറം കഴുത്തിലൂടെ ആദരങ്ങൾ കൊണ്ട് തഴുകി അവൻ അവളെ വിളിച്ചു. അവളൊരു വിറയലോടെ മൂളി. ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക്, എന്റെ നേർക്ക്. അവൻ പറഞ്ഞപ്പോൾ അവൾ അവന്റെ നേർക്ക് തിരിഞ്ഞു അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഡി പെണ്ണേ. അവന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന അവളെ അവൻ വിളിച്ചു. എന്നെ നോക്ക്. നോക്ക് പെണ്ണേ. ഇല്ല. എന്തേ, നാണാണോ? അറിയില്ല. അവള് പറഞ്ഞപ്പോ അവൻ അവളെ കൂടുതൽ അടുപ്പിച്ചു പിടിച്ചു. ഇടയ്ക്കിടെ അവന്റെ കൈകൾ അവളിൽ കുസൃതി കാണിക്കുമ്പോൾ അവളൊരു കുറുകലോടെ അവനോട് ചേർന്ന് കിടക്കും. കൈകളുടെ കുസൃതി കൂടി സ്ഥാനം മാറി ചലിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ടുപേരുടെയും വിചാരങ്ങൾക്ക് മേൽ വീണ്ടും വികാരങ്ങൾ ആധിപത്യം കാണിച്ചു തുടങ്ങി. വീണ്ടും അവരുടെ നിശ്വാസങ്ങൾ മാത്രം മുറിയിൽ കേട്ടു തുടങ്ങി. അവനും അവന്റെ പ്രണയവും വീണ്ടും അവളിൽ അലിഞ്ഞു ചേർന്നു. ജെനി പതിയെ കണ്ണു ചിമ്മി തുറന്നു. അവളെ ചുറ്റിപ്പിടിച്ചു കിടക്കുന്ന അച്ചുവിന്റെ മുടിയിലൂടെ വിരലോടിച്ചു. പിന്നെ എന്തോ ഓർത്ത പോലെ അവനെ ഉണർത്താതെ അവളെ പിടിച്ചുവെച്ച് അവന്റെ കൈകൾ മാറ്റി ഡ്രസ്സും വാരിച്ചുറ്റി ഫ്രഷ് ആവാൻ കയറി. അവളുടെ ചൂട് പോയതുകൊണ്ടാവാം അവനൊന്ന് കുറുകി കമിഴ്ന്നു കിടന്നു. വൈകിയോ ജെനി? താഴേക്ക് ചെന്ന് ജെനിയോട് ജാനി ചോദിച്ചു. ചോറി. ഇളിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. ഇത് അച്ചുവിനെ കൊണ്ട് കൊടുക്ക്. നിനക്ക് പിന്നെ ചായ വേണ്ടല്ലോ. ഇത് കൊടുത്തു വരുമ്പോഴേക്കും ഞാൻ കോഫി ഇടാം. ജാനി അവളോട് പറഞ്ഞു. ഓക്കെ. ജാനിയുടെ കയ്യിൽ നിന്ന് ചായക്കപ്പ് വാങ്ങി അവൾ മുറിയിലേക്ക് പോയി. ജെനി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അച്ചു എണീറ്റിരുന്നു. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ഫ്രഷ് ആവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കപ്പ് ടേബിളിൽ വെച്ച് ബാൽക്കണി ഡോർ തുറന്ന് അങ്ങോട്ടിറങ്ങി വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ഫ്രഷായി ഇറങ്ങിയ അച്ചുവിന്റെ കണ്ണിൽ ആദ്യം പെട്ടത് ടേബിളിലെ ചായയായിരുന്നു. അവനൊരു പുഞ്ചിരിയോടെ അതെടുത്തു. അപ്പോഴാണ് ബാൽക്കണിയിൽ നിന്നും ജെനിയുടെ ശബ്ദം കേട്ടത്. ചായ അവിടെ തന്നെ വെച്ച് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ആ അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. അവള് ഫോൺ കട്ട് ചെയ്തതും അവളെ രണ്ട് കൈകൾ ചുറ്റി വരിഞ്ഞു. അവൾ ഒരു ചിരിയോടെ ആ നെഞ്ചിലേക്ക് ചാരി. ഡി റൗഡി. അവളുടെ കവളിൽ ചുണ്ടി ചേർത്ത് അവൻ വിളിച്ചു. എന്തോ? എനിക്ക് മോർണിംഗ് കിസ് കിട്ടിയില്ലല്ലോ. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവള് തിരിഞ്ഞെന്ന് അവനെ നോക്കി. രാവിലെ വരെ എന്നെ ഉറക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും കിസ്സോ? ആ, നിന്റെ ഈ ചോര ചുണ്ടിന്റെ മധുരം അറിഞ്ഞാലല്ലേ പെണ്ണെ എനിക്കൊരു ഉഷാറുള്ളൂ. എന്റെ എനർജി നീയല്ലേ. അവളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി ആദരമായി അവൻ പറഞ്ഞപ്പോ അവളൊന്ന് പുഞ്ചിരിച്ചു. അവളെ ചേർത്ത് പിടിച്ച അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. ജെനി പിടഞ്ഞുകൊണ്ട് മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ പിടിവിടാതെ അവളെ കൂടുതൽ അടുപ്പിച്ചു പിടിച്ചു. അവന്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടിയപ്പോൾ അവളുടെ കൈകൾ അവന്റെ തോളിൽ അമർന്നു. അവളുടെ മൂക്കുത്തി ചുംബിച്ച് മൂക്കിൻ തുമ്പിൽ പതിയെ കടിച്ചുകൊണ്ട് അവളുടെ മേൽചുണ്ടിന് അവൻ കടിച്ചെടുത്ത് നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. മേൽചുണ്ടിനോട് കൂടെ അവളുടെ കീഴ്ചുണ്ടിനെ അവൻ അവന്റെ അധരങ്ങൾ പൊതിഞ്ഞുകൊണ്ട് അവളുടെ അധരങ്ങളുടെ മധുരം അറിഞ്ഞുകൊണ്ടിരുന്നു. സീതയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകേണ്ടത് കൊണ്ട് ജെനി കോളേജിൽ പോയില്ല. അച്ചു ഹോസ്പിറ്റലിലും രണ്ടുപേരും വിരുന്നിന് പോയി. ജെനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടമായി. അവർക്ക് നമ്മുടെ റൗഡിയെ. തിരികെ വീട്ടിലെത്തിയ ജെനി ഫ്രഷായി ഫോൺ എടുത്തപ്പോഴാണ് അഞ്ജു, എബിയും പാച്ചു അവൾക്ക് കോൺഫറൻസ് കോൾ ചെയ്തത്. എന്താടി നാറി, നീ ഇന്ന് വരാഞ്ഞേ? ഫോൺ എടുത്തത് അഞ്ജു അവളോട് കാറി. ഞാൻ പറഞ്ഞിരുന്നല്ലേ നാറി എന്ന് വിരുന്നിന് പോകുമെന്ന്. നീ ഇങ്ങനെ അലറുന്നത് എന്തിനാ? ജെനി അവളോട് അലറി. അത് വേറൊന്നുമല്ല ജെനി, ഇന്ന് കോളേജിൽ പുതിയ സാർ ജോയിൻ ചെയ്തു. അയാൾ വന്ന ദിവസം തന്നെ ഇവളും അങ്ങേര് ഉടക്കി. അതിന്റെ കലിപ്പ് നിന്നോട് തീർത്തതാണ്. ചിരിച്ചുകൊണ്ട് എബി പറഞ്ഞു. പുതിയ ആളോ? ആരാ അപ്പൊ പോയേ? നമ്മുടെ കോശി പോയടി, അയാൾക്ക് പകരം വന്നതാണ്. പാച്ചു പറഞ്ഞു.
ആഹാ, എന്താ ആളുടെ പേര്? ജെനി ചോദിച്ചു. ആൽബർട്ട്. എബി മറുപടി പറഞ്ഞു. കാണാൻ എങ്ങനെയാടാ, ചുള്ളനാണോ? ആകാംക്ഷ ഫോബിയ കൂടുതലായതുകൊണ്ട് ജെനി ചോദിച്ചു. ചുള്ളനില്ലടി മാ അഞ്ജു. അവള് പറഞ്ഞു മുഴുവനാക്കും മുമ്പേ 3 പേരും അവളെ വിളിച്ചു. എന്താടി നിനക്ക് ഇത്ര കലിപ്പ് വരാൻ മാത്രം? നിങ്ങൾ എന്തുടക്ക ഉടക്കിയത്? ജെനി ചോദിച്ചു. അയാൾ എന്നോട് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞടി. എനിക്കത് ഇഷ്ടായില്ല. അയാൾ ആരാ എന്നോട് കൽപ്പിക്കാൻ? ഞാൻ കയറില്ല എന്ന് പറഞ്ഞു. അപ്പ അയാൾ എന്തൊക്കെയോ പറഞ്ഞു. ഞാനും വിട്ടുകൊടുത്തില്ല. അഞ്ജു കാര്യമായിട്ട് പറഞ്ഞു. അവള് പറഞ്ഞത് കേട്ടപ്പോ ജെനിക്ക് ചിരിയാണ് വന്നത്. പിന്നെ ചിരിച്ച അഞ്ജുവിന്റെ ഭരണി കേൾക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് കൊണ്ട് അവള് മിണ്ടിയില്ല. എന്റെ ജെനി, ഞങ്ങൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അയാൾ ഇവളെ കൊന്നേനെ. അത്രയ്ക്കുണ്ടായിരുന്നു അയാളുടെ മുഖം. പാച്ചു അവളോട് പറഞ്ഞു. പിന്നെ അയാൾ ഓലത്തും ഒരു കോൾബർട്ട്. എന്റെ കൈ കിട്ടും അയാളെ. അഞ്ജു പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവരുടെ സംസാരം നീണ്ടുപോയി. അപ്പൊ ശരി, ഇനി എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ആളി ആ കാട്ടാള ഒരു വരവ് വരും. ജെനി അവരോട് പറഞ്ഞ് ഫോൺ വെച്ച് തിരിഞ്ഞതും പിന്നിൽ അച്ചു. ആരാടി കാട്ടാളൻ? അച്ചു അവളോട് ചോദിച്ചു. വാവ്, എല്ലാം കേട്ടിരിക്കുന്നു ജെനി. കേട്ടല്ലേ? ഇളിച്ചുകൊണ്ട് ജെനി അവനെ നോക്കി. കേട്ടു. കാട്ടാളത്തരം രാത്രി കാണിച്ചു തരാം മോൾക്ക്, കേട്ടോ? അവളെ നോക്കി സൈറ്റ് അടിച്ച് അവൻ പറഞ്ഞപ്പോ അവളുടെ കവിളുകൾ ചുവന്നു. അവനത് കാണാതിരിക്കാൻ അവനെയും തള്ളി മാറ്റി അവൾ ഓടി. സ്റ്റെപ്പ് കയറി വരികയായിരുന്നു മനു. ഫോണിൽ തന്നെ നോക്കി വരുന്ന അവൻ മറ്റൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്ന് അവനെ വന്ന് ആരോ തട്ടി. ആരാടാ വീട്ടിനുള്ളിൽ ഓടിക്കളിക്കുന്നേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ച് മുഖമുയർത്തിയതും മുന്നിൽ ക്ലോസപ്പിന്റെ പരസ്യം കാണിച്ച് ജെനി. ഓ, നിനക്ക് ഉടനെ പുറത്തു പോയി ഓടിക്കൂടെ? പുറത്തോടി മടുത്തു കേട്ടാ. നിഷ്കളങ്കമായി ജെനി പറഞ്ഞപ്പോ അവൻ അവളെ നോക്കി പല്ല് കടിച്ചു. നിനക്ക് എങ്ങനെ കിട്ടുന്നടി ഈ ഉരുളക്കുപ്പേരി പോലെ? നിന്നോടൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. മനു ജെനിയെ നോക്കി. പറ്റിപ്പോയി ഏട്ടാ. നീ എനിക്കൊരു കോഫി ഇട്ട് തരാമോ? തരാലോ, ഏട്ടൻ ഫ്രഷ് ആയിട്ട് വന്നോ. ജെനി മനുവിനോട് പറഞ്ഞ് താഴേക്ക് പോയി. അവൾ കിച്ചണിൽ ചെന്ന് ഗ്യാസ് കത്തിച്ച് കോഫിക്കുള്ള വെള്ളം വെച്ചു. മനുവിനുള്ള കോഫി കപ്പിലേക്ക് ഒഴിക്കുമ്പോഴാണ് അവളുടെ പുറം കഴുത്ത് ചൂട് നിശ്വാസം പതിഞ്ഞത്. അച്ചുവേട്ടാ, കളിക്കലേ, ചൂടുള്ള കോഫിയാണ്. തിരിഞ്ഞു നോക്കാതെ തന്നെ ജെനി അച്ചുവിനോട് പറഞ്ഞു. അവനൊന്ന് അടങ്ങി. ആർക്കാണീ കോഫി? അവളുടെ തോളിൽ താടി വെച്ച് അവൻ ചോദിച്ചു. മനുവേട്ടനാണ്. നിങ്ങൾക്ക് വേണോ? കോഫി കപ്പിലേക്ക് പകർന്നുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു. കോഫി വേണ്ട, അവൻ പറഞ്ഞു. പിന്നെ? അവൾ സംശയത്തോടെ അവനെ നോക്കി. നിന്നെ മതി, അവൻ അവളോട് പറഞ്ഞു. ഇപ്പൊ കോഫി കുടിക്കുന്നതാവും അനിയാ നല്ലത്. ആ അപശബ്ദം കേട്ട് ജെനി അച്ചുവും തിരിഞ്ഞു നോക്കി. വാതിൽപ്പടി കൈകൾ കെട്ടി നിൽക്കുന്നു. ആര്? ലവൻ, നമ്മുടെ മനു. ഏട്ടനോ? ഇളിച്ചുകൊണ്ട് അച്ചു മനുവിനെ നോക്കി. അല്ലടാ, നിന്റെ അച്ഛൻ. മനു അവനെ പുച്ഛിച്ചു. അച്ചു ചെറുതായൊന്ന് പ്ലിങ്ങിയായിരുന്നു. നോക്കി നിൽക്കാതെ ഏട്ടന് കോഫി കൊടുക്ക് ജെനി. പ്ലിങ്ങിയത് പുറത്ത് കാണിക്കാതെ അച്ചു ജെനിയോട് പറഞ്ഞു. എന്താ ഏട്ടാ കോഫി? ജെനി മനുവിന് നേരെ കോഫി നീട്ടി. യു ടു കണ്ടിന്യൂ. കോഫി വാങ്ങി അവരെ രണ്ടുപേരെ നോക്കി ഒരാക്കിച്ചിരിയോടെ അവൻ പോയി. രാത്രി ഏറെ നേരമായിട്ടും ജെനിയെ കാണാത്തത് കൊണ്ട് അച്ചു അവളെ നോക്കി താഴേക്ക് ഇറങ്ങി. അമ്മ, ജെനി എവിടെ? അവൻ സീതയോട് ചോദിച്ചു. മോൾ അങ്ങോട്ട് പോന്നല്ലോടാ. മുറിയില്ലേ? മുറി കണ്ടില്ല. ബാൽക്കണിയിലുണ്ടാവും, അവിടെ നോക്കിയോ? ഇല്ല, അവിടെ ഉണ്ടാവൂലേ. അവ എളിച്ചുകൊണ്ട് മുറിയിലേക്ക് തന്നെ പോയി. അച്ചു ബാൽക്കണിയിലേക്ക് ഇറങ്ങിയപ്പോ കണ്ടു സോഫയിൽ ഹെഡ്സെറ്റും വെച്ച് കണ്ണടച്ച് ചാരിയിരിക്കുന്ന ജെനിയെ. അവൻ ചിരിയോടെ അവളുടെ അടുത്ത് ചെന്നിരുന്നു. അവളുടെ ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റ് മാറ്റി അവളെ തിരിഞ്ഞവനെ നോക്കി. എപ്പോ വന്നു? ഇപ്പോ. നിന്നെ അന്വേഷിച്ച് താഴേക്ക് പോയി. അമ്മയാ പറഞ്ഞ് നീ ഇങ്ങോട്ട് വന്നെന്ന്. അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. ആണോ? അവൾ അവന്റെ തോളിലേക്ക് ചാരി. ഏത് പാട്ടാണ് കേൾക്കുന്നത്? അവൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. പാട്ടല്ല, വയലിനാണ്, ബാലഭാസ്കറിന്റെ. പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. നമ്മുടെ വയലിനിസ്റ്റ് ബാലുച്ചേട്ടനല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവനൊന്നും മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം അവരുടെ ഇടയിൽ നിശബ്ദത പരന്നു. ജെനി. മൗനത്തെ മുറിച്ചുകൊണ്ട് അച്ചു അവളെ വിളിച്ചു. അവളൊന്ന് മൂളി. എനിക്കൊരു മലയാളം പാട്ട് പാടിത്തരാമോ? വേണോ? അവൾ അവനെ നോക്കി. വേണം. അവളെ നോക്കി അവൻ പറഞ്ഞു. പാടാം. അവൾ കണ്ണടച്ച് പാടിത്തുടങ്ങി. അവൾ പാടിക്കഴിഞ്ഞതും അവൻ അവളെയും കോരിയെടുത്ത് മുറിയിലേക്ക് കയറി. അവളെ ബെഡിലേക്ക് കിടത്തി അവൻ അവളുടെ മേലെ കിടന്ന് പുതപ്പുകൊണ്ട് മൂടി. ഇല പൊഴിയുന്നത് പോലെ ദിവസങ്ങൾ കൊഴിഞ്ഞു. അച്ചുവും ജെനി ഉപാധികളില്ലാതെ പ്രണയിച്ചുകൊണ്ടിരുന്നു. ജാനിയുടെ വീർത്ത വയറ് കാതോർത്ത് കുഞ്ഞിനോട് സംസാരിക്കലാണ് ഇപ്പൊ ജെനിയുടെ മെയിൻ പണി. മനുവും കൂടി വന്നാൽ മാവയുടെ പേരും പറഞ്ഞ് രണ്ട് നല്ല അടിയാണ്. സീത വന്ന് രണ്ടിന്റെ ചെവി പിടിച്ച് തിരിച്ച അവിടെ ഒതുങ്ങും. അവരുടെ അടി കാണാനും രസമാണ്. പതിവ് പോലെ ക്യാൻറ്റീനിൽ ഇരിക്കുകയായിരുന്നു റൗഡിയും കൂട്ടുകാരും. എബി, നമുക്ക് ക്ലാസ്സിൽ കയറാം. എന്തോ ആലോചിച്ചുകൊണ്ട് ജെനി അവരോട് ചോദിച്ചു. എന്താടി, നിന്റെ തലയിൽ ചക്ക വല്ലതും വീണോ ഇപ്പൊ വെളിവ് വരാൻ?
അവളുടെ ചോദ്യം കേട്ട എബി അവളോട് തിരിച്ചു ചോദിച്ചു. കാര്യമായിട്ടാണ്. പുതിയ സാർ വന്നതല്ലാതെ നമ്മൾ ഇന്നേ വരെ അങ്ങയുടെ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ലല്ലോ. ജെനി അവരെ 3 പേരെയും നോക്കി. അത് ശരിയാണ്. ഈ അഞ്ജു അല്ലേ അയാളുടെ ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിക്കാത്തത്? പാച്ചു അഞ്ജുവിനെ നോക്കി. അഞ്ജു അവനെ പുച്ഛിച്ചു വിട്ടു. അല്ല പിന്നെ, ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ. പോവാ അഞ്ജു. ജെനി അഞ്ജുവിനെ നോക്കി. ഞാനൊന്നുമില്ല. എന്നോട് ക്ലാസ് ഇരിക്കാൻ പറഞ്ഞ അങ്ങയുടെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കൂല. അഞ്ജു അവരെ നോക്കി പറഞ്ഞു. നീ ഇരിക്കണ്ട, നിന്നാ മതി. വരുന്നുണ്ടേ വാ, എക്സാം ആവാറായി. ഒരു ക്ലാസ്സിൽ കയറി വല്ലതും മനസ്സിലായ അതായി. ജെനി അതും പറഞ്ഞ് എണീറ്റു. ജെനിയുടെ പുറകെ പാച്ചു എബിയെ എണീറ്റു. നീ വരുന്നില്ലേ? അഞ്ജുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ജെനി ചോദിച്ചു. ഇല്ല. വാ അഞ്ജു. ജെനി അവളെ വീണ്ടും വിളിച്ചു. ഇല്ല ഇല്ല. അഞ്ജു വാശിയിലാണ്. എണീറ്റ് വാടി, ക്ലാസ്സിൽ കയറാൻ പറഞ്ഞ സാറിനോട് ഉടക്കി നടക്കുന്നു. ജെനിയുടെ ടോൺ മാറിയപ്പോ അഞ്ജു മോൾ എണീറ്റു. അത്രയേ ഉള്ളൂ. 4 കൂടി ക്ലാസ്സിലേക്ക് പോയി. ആഹാ, ഇതാണോ സാർ? കൊള്ളാലോ. ക്ലാസ്സിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് ജെനി പറഞ്ഞു. നമുക്ക് കൊള്ളാണ്ടിരുന്നാ മതിയായിരുന്നു. പാച്ചു ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ലടാ, ഇങ്ങനെ പേടിക്കാതെ. ഇളിയോടെ എബിയും പറഞ്ഞു. മതി, വാ, പെർമിഷൻ ചോദിക്കാം. ജെനി അവരോട് പറഞ്ഞു. അപ്പോഴും അഞ്ജുവിന്റെ മുഖം ഒരു കൊട്ടയ്ക്കുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ സാർ. പരമാവധി നിഷ്കളങ്കത വാരി വിതറി ജെനി സാറിനെ വിളിച്ചു. പതിവില്ലാതെ ജെനിയെ ക്ലാസ്സിലേക്ക് കണ്ട കുട്ടികളെല്ലാം എന്തോ പോയ ആരെയോ പോലെ ഇരുന്നു. ഇതുവരെ ക്ലാസ്സിലേക്ക് കാണാത്ത ആളുകളെ കണ്ടിട്ടാണെന്ന് തോന്നും. ആൽബർട്ട് അവരെ അമ്പരന്ന് നോക്കി. സാർ. ജെനി വീണ്ടും വിളിച്ചു. ആൽബിൻ ഞെട്ടി. പിന്നെ അവരെ നോക്കി. എസ്, ആരാ? അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ ഈ ക്ലാസ്സിലെയാണ് സാർ. വിളിച്ചുകൊണ്ട് പാച്ചു പറഞ്ഞു. ഓ, അത് ശരി. എന്നിട്ട് ഈ സമയത്താണോ വരുന്നത്? സമയം 11 ആയല്ലോ. അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ആൽബി ചോദിച്ചു. ഇത് നല്ല സമയമല്ലേ സാർ? നിഷ്കളങ്കതയുടെ നിറകുടമായ ജെനിയാണ് പറഞ്ഞത്. അവളുടെ മറുപടി കേട്ടപ്പോ ആൽബി അവരെ നന്നായൊന്ന് നോക്കി. അവനെ ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി നോക്കി നിൽക്കുന്ന അഞ്ജുവിൽ അവന്റെ കണ്ണുകൾ ഉടക്കി. എന്താ നിങ്ങളുടെ പേര്? ആൽബി അവരോട് ചോദിച്ചു. ഞാൻ ജനനി, പാർത്ഥൻ, എബിൻ. അവർ 3 പേരും നല്ല കുട്ടികളായി അവരുടെ പേര് പറഞ്ഞു. അഞ്ജു മാത്രം വെയിറ്റിട്ട് നിന്നു. തനിക്ക് പേരില്ലേ? അഞ്ജുവിനെ നോക്കി ആൽബി ചോദിച്ചു. ഉണ്ട്. താല്പര്യമില്ലാതെ അവൾ പറഞ്ഞു. എന്നിട്ട് പറയാനെന്താ എത്ര താമസം? അതോ പറയാൻ കൊള്ളാത്ത പേരാണോ? ആൽബി അവളെ ഒന്ന് പുച്ഛിച്ചു. ഏഞ്ചൽ. ആൽബിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൾ പേര് പറഞ്ഞു. ഞങ്ങൾ ക്ലാസ്സിൽ കയറിക്കോട്ടെ സാർ? പാച്ചു ചോദിച്ചു. നിങ്ങൾ 3 പേരും കയറിക്കോ, ഏഞ്ചൽ ഇവിടെ നിന്നോട്ടെ. അഞ്ജുവിനെ ചൂണ്ടി ആൽബി പറഞ്ഞു. സാർ, അത് ജെനി എന്തോ പറയാൻ വന്നപ്പോഴേക്കും ആൽബി അവളെ തടഞ്ഞു. ഞാനൊന്ന് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ ഈ ഫ്രണ്ട് നല്ല ഷോ ആയിരുന്നു, അതുകൊണ്ട് അവള് കയറണ്ട. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കയറാം. അവരെ നോക്കി ആൽബി പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ തന്നെ ക്ലാസ്സിൽ ഇരിക്കാൻ മുട്ടി വന്നതൊന്നുമല്ല. ഈ നിൽക്കുന്ന ജെനി നിർബന്ധിച്ചുകൊണ്ട് മാത്രം വന്നതാണ്. ആർക്ക് വേണം തന്റെ പൊട്ട ക്ലാസ്? അഞ്ജു ആൽബിയോട് കലിപ്പെട്ടു. അഞ്ജു. ജെനി അവളെ വിളിച്ചു. നിനക്കല്ലേ ഇയാളുടെ ക്ലാസ് ഇരിക്കാൻ എത്ര കൊതി? ഞാൻ മരത്തിന്റെ ചോട്ടിലുണ്ടാവും. ക്ലാസ് കഴിഞ്ഞ് 3 അങ്ങോട്ട് വാ. അവരോട് പറഞ്ഞ് അഞ്ജു ആൽബിക്ക് നേരെ തിരിഞ്ഞു. തന്റെ ക്ലാസ് എനിക്ക് വേണ്ടടോ. ആൽബി അവളെ നോക്കി. പിന്നെ ജെനിയെയും പാച്ചുവിനെ എബിയെ നോക്കി. ഗെറ്റിൻ. അവർ 3 പേരോടും പറഞ്ഞു. 3 ആളും ആൽബിയെ അഞ്ജുവിനെ മാറി മാറി നോക്കിക്കൊണ്ട് ക്ലാസ്സിലേക്ക് കയറി. ക്ലാസ്സിൽ കയറണോ നിനക്ക്? അഞ്ജുവിനോട് അവസാനമായി ആൽബി ചോദിച്ചു. എനിക്ക് വേണ്ട നിങ്ങളുടെ ക്ലാസ്. അഞ്ജു അവനെ പുച്ഛിച്ചു. ക്ലാസ്സിലിരിക്കാതെ നീ എങ്ങനെ എക്സാം എഴുതി പാസ്സാവും? അയ്യോ, അതോർത്ത് സാറ് പേടിക്കണ്ട. ഇപ്പൊ കയറിപ്പോയ ജനനിയുണ്ടല്ലോ, അവൾ ഈ കോളേജിലെ ടോപ്പറാണ്. അവൾ എന്നെ പഠിപ്പിച്ചോളും. എനിക്ക് വേണ്ട നിങ്ങളുടെ ഓണക്ക ക്ലാസ്. അഞ്ജു പിന്നെയും ചൊറിഞ്ഞോണ്ട് നിൽക്കുവാണ്. ഡി, ബഹുമാനത്തോടെ സംസാരിക്കണം. ഞാൻ നിന്റെ സാറാണ്. എടോ പോടോ എന്നൊന്നും വിളിക്കാൻ നിൽക്കരുത്. കോൾ മീ സാർ. അയ്യോ സോറി സാർ. ഇനി ബഹുമാനിക്കാൻ സാർ. ഇനി സാറിനെ ഞാൻ സാർ എന്നല്ലാതെ വേറെ ഒന്നും വിളിക്കൂല സാർ. സോറി സാർ, ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സാർ. അഞ്ജു ആൽബിയെ നോക്കി പറഞ്ഞു. കളിയാക്കുവാണോ നീ? ആൽബി അവളോട് കലിപ്പിട്ടു. സാറിന് അങ്ങനെ തോന്നിയോ സാർ? നിഷ്കളങ്കമായി അഞ്ജു അവനോട് ചോദിച്ചു. കയറി ഇരിക്കടി ക്ലാസ്സിൽ. ആൽബിയുടെ ശബ്ദം ഉയർന്നു. ക്ലാസ്സിൽ ഇരിക്കാനാണെങ്കിൽ എനിക്ക് വേറെ നല്ല കോളേജിൽ പോയിക്കൂടെ? അഞ്ജു വീണ്ടും. നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ, ആൽബി അവളോട് പറഞ്ഞു. പൊങ്ങത്തില്ല സാറേ, 55 kg ഉണ്ടേ. അതും പറഞ്ഞ് അഞ്ജു അവനെ നോക്കി ചുണ്ടുകൊട്ടി അവിടെ നിന്നും പോയി. ഇങ്ങനെ ഒരു കുരിപ്പ്. അഞ്ജു പോകുന്നത് നോക്കി നിന്ന ആൽബിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആൽബിയുടെ ക്ലാസ് കഴിഞ്ഞ് ജെനിയും പാച്ചു എബിയും ക്ലാസ്സിൽ നിന്നും ഇറങ്ങി. ജനനി. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയ ജെനി ആൽബി വിളിച്ചു. ജെനിയും എബിയും പാച്ചുവും തിരിഞ്ഞു നോക്കി. സർ, അഞ്ജു സോറി. ഏഞ്ചലിന് വേണ്ടി ഞാൻ സോറി പറയാം, ഒന്നും തോന്നരുത്. ആൽബി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എബി അവനോട് പറഞ്ഞു. കൂട്ടുകാരിയെ സേഫ് ആക്കുകയാണോ? ചിരിയോടെ ആൽബി എബിയെ നോക്കി. അവള് കൂട്ടുകാരി മാത്രമല്ല സർ, ഇവന്റെ ട്വിൻ സിസ്റ്റർ കൂടിയാണ്. പാച്ചു ആൽബിയോട് പറഞ്ഞപ്പോൾ ആൽബി എബിയെ നോക്കി. അവൻ അതേന്ന് തലയാട്ടി. സർ വിളിച്ചത്? ജെനി ആൽബിയെ നോക്കി. ആ, അതൊന്നുമില്ല.
ഞാൻ ഇവിടെ വന്നത് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ലേഡി റൗഡിയെയും അവളുടെ ഗ്യാങ്ങിനെയും പറ്റി. അപ്പോ ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. ആൽബി പറഞ്ഞപ്പോ ജെനി ഇളിച്ചുകൊണ്ട് അവനെ നോക്കി. അത് കുട്ടികൾ വെറുതെ. ജെനി ഒന്ന് ഇളിച്ചു. വെറുതെ ഒന്നും ആവില്ല. ആ എനിവേ താൻ മാരീഡ് ആണല്ലേ? അവളുടെ സിന്ദൂരത്തിലേക്ക് അവൻ നോക്കി. ആ ഹസ്ബൻഡ് ഡോക്ടറാണ് ഇവിടെ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ. പേര് അങ്കദ്. ആൽബി ചിരിച്ചു. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിക്ക് നാവിനെ കുറച്ച് നീളം കൂടുതലാണല്ലേ? ആൽബി അവരോട് ചോദിച്ചു. ആ നാക്ക് മാത്രമേ ഉള്ളൂ സാർ. ആളൊരു പാവമാണ്. സാറിനൊന്നും തോന്നരുത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ജെനി ആൽബിയോട് പറഞ്ഞു. സാരല്ല, ഞാൻ അത് കാര്യമാക്കിയിട്ടില്ല. അല്ല എന്നിട്ട് ആളെവിടെ? അവൻ ചുറ്റും കണ്ണോടിച്ചു. അവള് വാഗമരച്ചുട്ടിലുണ്ടാവും. ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയതാണ്. എബി പറഞ്ഞു. ആ എന്നാ നിങ്ങൾ പൊയ്ക്കൂ. പിന്നെ ഇനി ക്ലാസ്സിലേക്ക് വരുമ്പോ കൂട്ടുകാരിയെ കൂടി കൂട്ടിയേക്ക്. ശരിയെന്നാൽ അവരോട് പറഞ്ഞ് ആൽബി നടന്നു നീങ്ങി. മോനെ എബിച്ച, അങ്ങേര് ചിലപ്പോ നിന്റെ അളിയനാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആൽബി പോകുന്നത് നോക്കിയെന്ന പാച്ചു എബിയോട് പറഞ്ഞു. എനിക്കും തോന്നുന്നുണ്ട്. ജെനിയും അത് ഏറ്റുപിടിച്ചു. അങ്ങേരുടെ എതിരാളി എന്റെ പെങ്ങളാണ് മക്കളെ, എബി ചിരിയോടെ പറഞ്ഞു. നീ ചിരിക്കണ്ട. ദേ ഈ നിൽക്കുന്ന ജെനി അച്ചോട്ടെ മെരുക്കി എടുത്തെങ്കിൽ ആൽബി സാറിന് അഞ്ജുവിനെ മെരുക്കാനാണോ പാട്? പാച്ചു പറഞ്ഞപ്പോ ജെനി ചിരിച്ചു. വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പൊ വാ. അവർ 3 പേരും അഞ്ജുവിന്റെ അടുത്തേക്ക് പോയി. കഴിഞ്ഞോ നിങ്ങളുടെ ക്ലാസ്? അവരെ കണ്ട അഞ്ജു ചോദിച്ചു. കഴിഞ്ഞല്ലോ, അടിപൊളി ക്ലാസ് ആയിരുന്നു അല്ലേടാ? ജെനി അവളുടെ അടുത്തിരുന്നു കൊണ്ട് പാച്ചുവിനെ എബിയെ നോക്കി. ആ നല്ല ക്ലാസ് ആയിരുന്നു. അവരും ഏറ്റുപിടിച്ചു. ഓ നിനക്കെന്താടി സാറിന് ഒരു പുച്ഛം? എനിക്ക് പുച്ഛിക്കാൻ മാത്രം അങ്ങേരില്ല. ഓവ് അതൊക്കെ പോട്ടെ, നീ എന്തൊക്കെയാ സാറിനോട് പറഞ്ഞ? അല്ല ബോധവും ഉണ്ടായിരുന്നോ? ജെനി അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. അത് അങ്ങേരുടെ സംസാരം കേട്ടപ്പോ എനിക്ക് ചൊറിഞ്ഞു വന്നിട്ടല്ലേ. എടി അങ്ങേര് നിന്നെ പഠിപ്പിക്കുന്ന സാറാണ്. അയാളുടെ ക്ലാസ്സിൽ ഇരുന്നാലല്ലേ അയാൾ എന്നെ പഠിപ്പിക്കൂ. ഞാൻ ക്ലാസ്സിലേക്ക് കയറില്ല. അത് നിന്റെ തോന്നലാണ് മോളെ. നാളെ ഞങ്ങൾ ക്ലാസ്സിൽ കയറുന്നുണ്ടെ നീയും കയറും. പാച്ചു അവളോട് പറഞ്ഞു. നിങ്ങൾ പറയുമ്പോഴേക്ക് അയാൾ സമ്മതിക്കുമോ? അയാൾ എന്നെയല്ലേ പറഞ്ഞത് എന്നോട് ക്ലാസ്സിലേക്ക് കയറേണ്ടെന്ന്. അത് ഇന്നല്ലേ. നാളെ മുതൽ നിന്നെയും കൂട്ടി ക്ലാസ്സിലേക്ക് കയറാനാണ് ഓർഡർ. ഓ പിന്നെ ഞാൻ വരൂല. ഞാൻ വന്നിട്ട് വേണം അങ്ങേർക്ക് എന്നെ ചൊറിയാൻ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തോന്നിയ പോലെ ചെയ്. ഞങ്ങൾ എന്തായാലും ആൽബി സാറിന്റെ ക്ലാസ് മുടക്കില്ല, എബി അവളോട് പറഞ്ഞു. അഞ്ജു അപ്പോഴും ചുണ്ടുകൊട്ടിയിരുന്നു. കുറച്ചു മാറി അഞ്ജുവിനെ തന്നെ നോക്കി നിന്നിരുന്ന ആൽബി അവളുടെ മുഖത്ത് ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുകയായിരുന്നു. അവളെ തന്നെ നോക്കി നിന്നിരുന്ന അവനെ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു.